ഹോസ്റ്റലിലേക്ക് പോയേക്കാല്ലേ. ഏതായാലും പാവയുണ്ട്, അപ്പൊ നമുക്ക് പാവയുടെ കൂടെ കുറച്ചേരം ഈ പാവയുടെ കൂടെ കളിക്കാം. ഇവിടെ ഇരിക്കാൻ ഞാൻ വെള്ളം ഇവിടെ ഇരിക്കണം കേട്ടോ. ചിന്നു ചിന്നു കഥകൾ തുറക്ക്. എന്തേ അവിടെ ഒരു അതിന്റെ പാവ ഞാൻ അപ്പളേ പറഞ്ഞത് അവിടെ കയ്യിൽ വെക്കലേന്ന്. വാ നിന്റെ വീട്ടിലേക്ക് പോവാ. എവിടെയാടേ നീ പറഞ്ഞത്? ആ വീട്ടിലെവിടെ? ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇപ്പൊ നിന്നല്ലോ, ചെറുതായിട്ട് ആടുന്നുണ്ട്. നീ അതെടുത്തേ, വേഗം എടുത്തേ, എടുക്ക്. ഇതിനെ കൊണ്ട് കളഞ്ഞിട്ട് തന്നെയുള്ളൂ കാര്യം. എനിക്ക് പേടി, നീ ഇത് വീട്ടിൽ വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. വായ നമുക്കിത് കൊണ്ട് കളയാം. കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ട് കളയാം. എന്നിട്ട് കൊടുത്തു. ഇപ്പൊ പ്രശ്നമില്ലല്ലോ, നീ പോക്കോ. ഇനി നമുക്ക് കുറച്ച് നേരമായിട്ട് നമ്മൾ നോക്കി നോക്കാം. ചിലപ്പോൾ ഈ പാവ ഇവിടെ തന്നെയാണെങ്കിലോ വല്ല കുട്ടികളും എടുത്തു കഴിഞ്ഞാലോ അവർക്കും പ്രേതത്തിനെ കൊണ്ട് പേടി. നമുക്കത് അങ്ങോട്ട് എറിഞ്ഞാലോ, ആ തോട്ടിലേക്ക് എറിഞ്ഞാലോ, ആ പറമ്പില്ലേ അങ്ങോട്ട് എറിയാം. വാ, അത് തന്നെയായിരിക്കും നല്ലത്. ഇതിനെ ഇവിടെ വെക്കാൻ പറ്റൂല. രാവിലെ എനിക്കിട്ട് ഒന്നും കൂടി നോക്കി നോക്കട്ടെ. എന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ പറമ്പിലല്ലേ ഇടുന്നത്, പിന്നെ എങ്ങനെ കാണാനേ വാണ്ട്. ഇതിന്റെ കാര്യം ഇതോടെ തീർന്നു. തോളൊക്കെ തട്ടി കളിച്ച് കഴിഞ്ഞാൽ കാര്യം വരില്ലേ. നാളെ നോക്കി നോക്കാം. ഭാഗ്യം നമ്മുടെ കഥ തീരാഞ്ഞത് ഭാഗ്യം. നീ പറഞ്ഞത് എന്തായാലും നന്നായിട്ടോ. അല്ലെങ്കിൽ പേടിയെ എൻ്റെ വീട്ടിൽ കൊണ്ടേ. ചേച്ചി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഓക്കെ ശരി, ഞാൻ വീട്ടിൽ പോവാം. പേടിക്കണ്ട, ഇന്ന് തന്നെ വരില്ലേ ചേച്ചി? ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ ഒരു ദിവസം. ഓക്കെ ബൈ. ഇതിൻ്റെ കാര്യം അവസാനിച്ചു. നീ നടന്നേ. ഇത്രയുള്ളൂ ഇതിൻ്റെ കാര്യം. ഇത്രയുള്ളൂ. ഓക്കെ ബൈ ബൈ.